ചൂണ്ട ഇടാൻ അറിയുന്ന ആൾക്കാരൊക്കെയുള്ളത് അല്ലേ? ചൂണ്ടയിട്ട് കണ്ടി ഉണ്ടാവില്ലേ ചൂണ്ടയിടുന്നത് അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ മീൻ കിട്ടുന്നുണ്ട് അല്ലേ? ഇപ്പോൾ റജുവ മീൻ പിടിക്കാൻ പോവുകയാണെങ്കിൽ എവിടേക്കും പെട്ടെന്ന് പോവുക? നാട്ടിൽ ഏകദേശം നമുക്ക് അറിയുന്ന മീൻ കിട്ടുമെന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിലായിരിക്കും നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടാവും അല്ലേ? ചൂണ്ടയിടാൻ പോവുക. ഇതേപോലെയാണ് കസ്റ്റമേഴ്സ്. ഇപ്പോൾ ഏകദേശം 3.25 കോടിയിലധികം ആളുകളുണ്ടല്ലേ കേരളത്തിൽ? മൊത്തം ജനസംഖ്യ 3.25 കോടിയിലധികം ആൾക്കാർ. ഈ 3.25 കോടി ആളുകളും നമ്മുടെ കസ്റ്റമേഴ്സ് ആവുമോ? 3.25 കോടി ആവുമോ? ഇല്ല. 3.25 കോടിയിലുള്ള ചെറിയൊരു പാർട്ട് ആളുകളാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കസ്റ്റമേഴ്സാണ്. അപ്പോൾ നമ്മൾ ചൂണ്ടയിടാൻ പോകുമ്പം കേരളത്തിൽ ഉള്ള ഒരാളാണ് ഞാൻ. കേരളത്തിലെ മുഴുവൻ സ്ഥലത്തും ഞാൻ ചൂണ്ടയിടാൻ പോകില്ല. എനിക്ക് മീൻ കിട്ടുമെന്ന് ഉറപ്പുള്ള, എനിക്ക് സുരക്ഷിതമായിട്ട് ചൂണ്ടയിടാൻ പറ്റുമെന്ന് തോന്നുന്ന സ്ഥലത്തെ ഞാൻ പോയിട്ട് ചൂണ്ടയിടുള്ളൂ. ഒന്നാമത്തെ കാര്യം, എവിടെ ചൂണ്ടയിടണം തീരുമാനിക്കണം നമുക്ക് നല്ല പ്രോസ്പെക്ട്സിനെ കിട്ടണമെങ്കിൽ. രണ്ടാമത്തത്, നേരത്തെ പറഞ്ഞു, എങ്ങനെയാണ് പ്രോസ്പെക്ട്സിനെ എടുക്കുന്നത്? നമ്മൾ ചൂണ്ടയിട്ടു, അപ്പോഴേക്ക് എൻ്റെ മീൻ വന്ന് കൊത്തും, എന്നിട്ട് എടുത്തിട്ട് പുറത്തോട്ട് എടുക്കുമോ? ഇല്ല. എന്ത് ചെയ്യുന്നുണ്ട്? ചൂണ്ടയിട്ട് വെക്കും, ചില സമയത്ത് വന്ന് ഇത് കൊത്തുമ്പോൾ നമ്മൾ വലിച്ചെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും? ഔട്ടായി പോവും. വീണ്ടും നമ്മളിടും. ക്ഷമിച്ച് വളരെ പേഷ്യൻസോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ ഇരുന്നിട്ട് ഈ മീനിനെ പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിനെ എടുക്കുന്ന സമയത്ത് ഓരോ കസ്റ്റമേഴ്സിനും നമ്മൾ കൊടുക്കേണ്ടത് അവർക്ക് വേണ്ട സാധനങ്ങളാണ് കൊടുക്കേണ്ടത്. നമ്മൾക്ക് വേണ്ടത് കൊണ്ടുപോയി വിൽക്കുന്നതിന് പകരമായിട്ട് ആ കസ്റ്റമേഴ്സിന് എന്താണോ വേണ്ടത് അതാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കടലുണ്ടിയുള്ള അവിടെ പോയിരുന്നു. അവിടെ അവർക്ക് ഒരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ അകത്താണ് അവരെന്ത് ചെയ്യുന്നത്? ഫിഷിനെ വളർത്തുന്നത്. ആ ഫിഷിനെ എടുത്തിട്ടാണ് അവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് എന്ത് ചെയ്യുന്നത്? ഈ വിഭവങ്ങൾ വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ, ഒന്നുകിൽ നമുക്ക് സ്വന്തമായിട്ട് കുളം ഉണ്ടെങ്കിൽ അവിടെ ആരെങ്കിലും വന്ന് ചൂണ്ടയിടുമോ? ഇല്ല. അവിടെ ചൂണ്ടയിടാൻ ആർക്കും അധികാരം ഉണ്ടാവുള്ളൂ? നമുക്കേ ഉണ്ടാവുള്ളൂ. പുറത്ത് നമ്മൾ ചൂണ്ടയിടുകയാണെങ്കിൽ എവിടെ കൊണ്ടുപോയിട്ട് ചൂണ്ടയിടണം? നമുക്ക് വേണ്ട കസ്റ്റമേഴ്സ് ഉള്ള സ്ഥലത്ത് പോയിട്ട് ചൂണ്ടയിടണം. ഇന്ന് മുതൽ അങ്ങോട്ട് നമ്മൾ നേരത്തെ ഇപ്പം ബിസിനസ് ഇല്ല എന്ന് പറയുന്നതിന് പകരമായിട്ട് ബിസിനസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തോ എന്നുള്ളതൊന്നും കൂടി ചിന്തിച്ച് നോക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് വേണ്ട ആളുകളെടുത്ത്, നമുക്ക് വേണ്ട ആ നിഷ് മാർക്കറ്റിലുള്ള ആളുകളെടുത്തേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് അവർക്ക് വേണ്ട ഇരനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇന്ന് മുതൽ ചൂണ്ടയിടുക.